തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പൂരവിഷയമല്ലെന്ന് കെപിസിസി ഉപസമിതി റിപ്പോർട്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വരവിന് കിട്ടിയ ആവേശം തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല. ടി.എൻ. പ്രതാപൻ മത്സരരംഗത്തില്ലെന്ന് ആദ്യമേ പരസ്യ പ്രചാരണം നടത്തിയത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി സുനിൽ അരുമാനൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കെപിസിസി നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ടാണ് കെപിസിസിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പ്രധാനമായും തൃശൂർ ജില്ലയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചില്ല, അതിലൂടെയാണ് പരാജയം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. തൃശൂർ പൂര വിഷയമല്ല പരാജയ കാരണമെന്നും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. കെ.സി. ജോസഫ്, ടി. സിദ്ദിഖ് MLA, ചന്ദ്രശേഖർ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കി കെപിസിസിക്ക് കൈമാറിയിട്ടുള്ളത്. മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ മുതിർന്ന നേതാക്കൾ കാണിച്ച വൈമുഖ്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ കെ. മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലേക്ക് വന്നപ്പോഴുണ്ടായ സ്വീകാര്യത അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടില്ല. പല മണ്ഡലങ്ങളിലും ബൂത്തുകളിലും വോട്ട് കുറഞ്ഞത് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യമില്ലായ്മയായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരിക്കാൻ ഇല്ല എന്ന് ടി.എൻ. പ്രതാപൻ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചുള്ള പ്രചരണം നടത്തിയതും വലിയ തോതിൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പരാജയം ഏറ്റുവാങ്ങുന്നതിന് കാരണമായി എന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കെപിസിസി നേതൃത്വം മുതിർന്ന നേതാക്കളടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലോ അല്ലെങ്കിൽ വോട്ടെടുപ്പ് സമയത്തോ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചില്ല എന്നുള്ള ആക്ഷേപവും റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ കൃത്യമായി പ്രചരണ രംഗത്ത് എത്തുകയോ അവരുടെ സ്വാധീനത്തിനനുസരിച്ച് വോട്ട് ശേഖരിക്കുന്നതിന് തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നും കെപിസിസി ഉപസമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടായിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. നേതാക്കളുടെ പേരെടുത്ത് പറയുന്നത് ടി.എൻ. പ്രതാപന്റെ പേര് മാത്രമാണ്. മറ്റ് മുതിർന്ന നേതാക്കൾ എന്നുകൊണ്ടാണ് റിപ്പോർട്ട് പരാമർശിച്ചുള്ളത്. അതായത് പ്രത്യക്ഷത്തിൽ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് മുതിർന്ന നേതാക്കളുടെ കൃത്യമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടും മണ്ഡലത്തിൽ അവർ കൃത്യമായി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതുകൊണ്ടും വോട്ട് ശേഖരിക്കുന്നതിന് വേണ്ടി തയ്യാറാകാത്തതുമാണ് കാരണമെന്ന് പറയുമ്പോൾ പരോക്ഷമായും ഗ്രൂപ്പിന്റെ ഒരു ആധിപത്യവും അതോടൊപ്പം തന്നെ കാലുവാരലും ഇതിനകത്ത് ഉണ്ടായി എന്നുള്ള പരോക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്.